അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഈ ത്വീബിൻ നസ്സി, നല്ല മാംസങ്ങളുള്ള കാള, മൂരിയെ പോലത്തത്, അതുപോലെ തന്നെ ഒരുപാട് രോമങ്ങളുള്ള, അതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതാണ്. പക്ഷെ അതിന് തിരിച്ചുള്ള രൂപത്തിലാണ് നമ്മുടെ നാടുകളിലൊക്കെ അധികം ആളുകൾ പോത്തിനെയാണ് ഉളുഹിയ്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ, തൊഹ്ഫ പോലുള്ള വലിയ ഗ്രന്ഥങ്ങൾ ഈ രൂപത്തിലുള്ള ജീവികളാണ് നമ്മൾ ഉളുഹിയ്യത്തിന് തയ്യാറാക്കുന്നത് പറഞ്ഞിട്ടും നമ്മുടെ നാടുകളിൽ തിരിച്ചാണ് കാണുന്നത്. അത് ഫിഖ്ഹിന്റെ കിതാബിൽ ബഹുമാനപ്പെട്ട പല ഇമാമിയങ്ങളും പല രൂപത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ദമീരി തങ്ങള് പറയുന്നുണ്ട്. അവർ ഈ ഒരു ചർച്ച ചെയ്തെടുത്ത് ബഹുമാനപ്പെട്ട ഇമാം ദമീരി തങ്ങൾ പറയുന്നു, ജാമൂസിന്റെ പോത്തിന്റെ ഇറച്ചിയാണ് നല്ലതെന്ന് ദമീരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല ഫുഖാക്കളും അത് ഇറാബിന്റെ പശു കാള അവരുടെ മാംസമാണ് നല്ലത് എന്ന് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാര് പശുവാണ് നല്ലതെന്ന് പറയുകയും അതിന് പല കാരണങ്ങളും നിരത്തിയിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ മാംസം വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് ആ പശു കൂടുതൽ വെള്ള ഇങ്ങനത്തെ പല കളറുകളും ഉണ്ടാവും. ജാമൂസുകൾ കൂടുതൽ കറുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പൊ കറുപ്പ് കളർ എന്നുള്ളത് കളറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയാണ്. ഒന്നാം സ്ഥാനം വെള്ളയാണ്, രണ്ടാം സ്ഥാനം വെളുപ്പും ചുവപ്പും കൂടി കലർന്നതാണ്, പിന്നെ ചുവപ്പാണ്, പിന്നെ വെളുപ്പും കറുപ്പും കലർന്ന്, പിന്നെ കറുപ്പ്. ആ രൂപത്തിലാണ്. അപ്പൊ എല്ലാ നിരക്കും ആ രൂപത്തിലൊക്കെ നോക്കുമ്പോൾ പശുവിന് ഒരു സ്ഥാനമുണ്ട്. പിന്നെ പശുവിന് കുറെ രോമങ്ങൾ ഉള്ള, പോത്തിനേക്കാൾ കൂടുതൽ രോമങ്ങളുള്ള ജീവിയാണ് ഇറാബ്. അതാ ഈ മറ്റേ പശു കാള പോലുള്ളത്. അതുകൊണ്ട് അതിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. ഇങ്ങനെ 3 കാരണങ്ങളെ കൊണ്ട് പലരും അതിന് സ്ഥാനം കൊടുക്കുന്നുണ്ട്. എന്നാൽ ദമീരി തങ്ങളൊക്കെ പറഞ്ഞ പ്രകാരം ഏറ്റവും നല്ല മാംസം ഏതിനാണ്? പോത്തിനാണ്. അതുകൊണ്ട് പോത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് അങ്ങനെ പറഞ്ഞു. 2 രൂപത്തിലും ആലിമീങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മുടെ ഈ നാട്ടിലത്തെ സാഹചര്യത്തിനനുസരിച്ച് തീബുല്ലഹ്മ്, നല്ല മാംസം, അത് ഏതാ? അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മാംസം, നല്ല മാംസമായിട്ട് കാണുന്നത് ഏതാണ്? പോത്താണ്. അതുകൊണ്ട് പോത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്നാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് ഓരോ കാലാവസ്ഥകൾക്കനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാലാവസ്ഥകൾക്ക്, നാടിന്റെ ശൈലികൾക്കനുസരിച്ച് മാറും. നമ്മുടെ നാട്ടിൽ പൊതുവെ പല ആളുകൾക്കും മോരിന്റെ ഇറച്ചി കഴിക്കുമ്പോൾ അത് കയ്യിനും കാനൊക്കെ തരിപ്പ് വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പോത്താകുമ്പോൾ അത് ഉണ്ടാവൂല. അപ്പൊ ആ നിരക്ക് അത് നമുക്ക് പ്രാധാന്യം നൽകാം. പിന്നെ ഇരുവാധികം നമുക്ക് പോത്താണ് ഏറ്റവും അഫ്ദല് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിനനുസരിച്ച്, നാട്ടിലത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് പറയുകയാണെങ്കിൽ ഓക്കെ എന്ന് സമ്മതിക്കാം. അതൊക്കെ ഓരോ നാട്ടിലത്തെ സാഹചര്യത്തിന്, കാലാവസ്ഥകൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നാണ് ഞാൻ ആ ഒരു വിഷയത്തെ പറ്റി പറയുന്നത്. കാരണം ഫുഖാക്ക 2ന്റെ മാംസത്തെ പറ്റിയും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാബിന്റെ മാംസത്തെ പറ്റി നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദമീരി തങ്ങളും ജാമൂസിന്റെ മാംസമാണ്, പോത്തിന്റെ മാംസമാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് 2ഉം പറഞ്ഞിട്ടുണ്ട്.